ഹലോ നമസ്കാരം. തിയേറ്റർ റിലീസായി വന്ന് വേണ്ടത്ര വിജയമാകാതെ പോയ മലയാള സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അണ്ടർ റേറ്റഡ് മലയാള മൂവീസ്. മൂവി നമ്പർ 10. രഞ്ജൻ പ്രമോദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തൻ, രഘുനാഥ് പലേരി, ഹനീന നഫീദ, ദേവദത്ത് VS എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2023 തിയേറ്റർ റിലീസായി വന്ന ചിത്രം ഓ ബേബി. ഇടുക്കിയിലെ കാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രമാണി കുടുംബത്തിന്റെ എസ്റ്റേറ്റ് മാനേജറാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ബേബി. അയാൾ കുടുംബത്തോട് വിശ്വസ്തതയും കൂറും പുലർത്തുന്നയാളാണ്. അങ്ങനെയിരിക്കെ ബേബിക്ക് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. മികച്ച പ്രകടനം കൊണ്ടും എൻഗേജിംഗ് ആയ കഥ പറച്ചിൽ കൊണ്ടും ചിത്രം മികച്ചു നിൽക്കുന്നു. പക്ഷേ ചിത്രം വേണ്ട നിലയിൽ തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 6 മിനിറ്റ്. IMDb റേറ്റിംഗ് 6.8 ഔട്ട് ഓഫ് 10. മൂവി നമ്പർ 9. ശ്യാം പുഷ്കരൻ തിരക്കഥ എഴുതി സഹീദ് അറാഫത്ത് സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസൻ, ബിജു മേനോൻ, അപർണ ബാലമുരളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2022 തിയേറ്ററുകളിലെത്തിയ ചിത്രം തങ്കം. തൃശൂരിൽ നിന്നുള്ള 2 ഗോൾഡ് ഏജന്റുമാരുടെ കഥ പറഞ്ഞ ചിത്രം മിസ്റ്ററി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നു. തിരക്കഥ കൊണ്ടും അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടും മികച്ചു നിൽക്കുന്ന ചിത്രം പക്ഷേ തിയേറ്ററുകളിൽ വലിയ വിജയമായില്ല. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നു. ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 25 മിനിറ്റ്. IMDb റേറ്റിംഗ് 7.1 ഔട്ട് ഓഫ് 10. മൂവി നമ്പർ 8. ഖാലിദ് റഹ്മാൻ രചനയും സംവിധാനവും നിർവഹിച്ച് ഷൈൻ ടോം ചാക്കോ, രജീഷ വിജയൻ, സുധി കോപ്പ, ഗോകുലൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2021 തിയേറ്ററുകളിലെത്തിയ ചിത്രം ലവ്. ദമ്പതികളുടെ വ്യക്തിബന്ധത്തിലെ പ്രശ്നങ്ങൾ കേന്ദ്ര പ്രമേയമാക്കി സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽ വന്നിട്ടുള്ള ചിത്രം വ്യത്യസ്തമായ അവതരണം കൊണ്ടും പുതുമയുള്ള സമീപനം കൊണ്ടും മികച്ച പ്രകടനങ്ങൾ കൊണ്ടും ഗംഭീര അനുഭവമാണ് തരുന്നത്. തിയേറ്ററിൽ അർഹിച്ച വിജയം നേടാതെ പോയ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. 1 മണിക്കൂർ 33 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 7 ഔട്ട് ഓഫ് 10. ഒരു തവണ എന്തായാലും കണ്ടുവെക്കാവുന്ന സിനിമയാണ്. മൂവി നമ്പർ 7. ജിതിൻ ഐസക് തോമസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് വിഷ്ണു ഗോവിന്ദൻ, ആനന്ദ് മന്മഥൻ, ആതിര കല്ലിങ്കൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2021 തിയേറ്ററുകളിലെത്തിയ ചിത്രം അറ്റൻഷൻ പ്ലീസ്. സിനിമാ മോഹവുമായി നടക്കുന്ന ഒരു ഫ്ളാറ്റിൽ ഒന്നിച്ച് താമസിക്കുന്ന 5 പേരുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. സിനിമയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, പരാജയങ്ങൾ, അങ്ങനെയിരിക്കെ ഒരു രാത്രി അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നടക്കുന്നു. ശക്തമായ അവതരണം, ഗംഭീര പ്രകടനങ്ങൾ. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ദൈർഘ്യം 1 മണിക്കൂർ 54 മിനിറ്റ് ആണ്. IMDb റേറ്റിംഗ് 6.7 ഔട്ട് ഓഫ് 10. മൂവി നമ്പർ 6. അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്ത് ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2024 തിയേറ്റർ റിലീസായി വന്ന ചിത്രമാണ് ലെവൽ ക്രോസ്. ഒരു തരിശുഭൂമി, ഒരു റെയിൽ പാളം, ഒരു ലെവൽ ക്രോസ്. അവിടുത്തെ ഗേറ്റ് കീപ്പറാണ് രഘു. അയാൾ ഒരു ദിവസം അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതും തുടർ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ കഥ. ഒരു മികച്ച സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ആണ് ചിത്രം. വ്യത്യസ്തമായ കഥാഗതി, പുതുമയുള്ള അവതരണം എന്നിവ ചിത്രത്തിന്റെ പ്രത്യേകതകളാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രം എന്ന് പറയാം. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ IFFIയിൽ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ ചിത്രം അത്ര വലിയ വിജയമായിരുന്നില്ല. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ ചിത്രം പ്രദർശിപ്പിക്കുന്നത്. 1 മണിക്കൂർ 58 മിനിറ്റ് ആണ് ചിത്രത്തിന്റെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 6.8 ഔട്ട് ഓഫ് 10. മൂവി നമ്പർ 5. അരുൺ ചന്തു, ശിവസായി എന്നിവർ തിരക്കഥ എഴുതി അരുൺ ചന്തു സംവിധാനം ചെയ്ത് ഗണേഷ് കുമാർ, അനാർക്കലി മരക്കാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2024 പുറത്തിറങ്ങിയ ചിത്രം ഗഗനചാരി. 2040 കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ 3 പേർ നിഗൂഢ അന്യഗ്രഹ ജീവിയെ കണ്ടുമുട്ടുന്നതും തുടർ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ കഥ. സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽ വരുന്ന ചിത്രം പരിമിതമായ ബജറ്റിൽ മികച്ച ദൃശ്യാനുഭവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഒരു മികച്ച അനുഭവമാണ് ഈ ചിത്രം സമ്മാനിക്കുന്നത്. തിയേറ്ററിൽ ഈ ചിത്രം അർഹിക്കുന്ന വിജയം നേടിയിട്ടില്ല. മികച്ച പ്രകടനങ്ങൾ കൊണ്ടും ഗംഭീര അവതരണം കൊണ്ടും ചിത്രം നിരൂപക പ്രശംസ നേടിയിരുന്നു. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ ചിത്രം സ്ട്രീം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ദൈർഘ്യം 1 മണിക്കൂർ 55 മിനിറ്റ്. IMDb റേറ്റിംഗ് 6.9 ഔട്ട് ഓഫ് 10. മൂവി നമ്പർ 4. PS റഫീഖ് തിരക്കഥ എഴുതി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് മോഹൻലാൽ, സൊണാലി കുൽക്കർണി, ഹരീഷ് പേരടി, ഡാനിഷ് സെയ്റ്റ്, കാത് നന്ദി, മനോജ് മോസസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2024 തിയേറ്ററിലെത്തിയ ചിത്രം മലൈക്കോട്ടൈ വാലിബൻ. ദേശകാലങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതെ വാലിബൻ എന്ന മല്ലന്റെ
വീരസാഹസിക യാത്രയാണ് ചിത്രം പറയുന്നത്. മോഹൻലാലിന്റെ ഈ അടുത്ത കാലത്തെ ഏറ്റവും മികച്ച പ്രകടനമാണ് ചിത്രത്തിലേത്. ഗംഭീരമായ ഛായാഗ്രഹണം, മികച്ച കലാസംവിധാനം എന്നിവ ചിത്രത്തിന്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. അമാനുഷികമായ സിനിമാറ്റിക് ഗിമ്മിക്കുകളൊന്നുമില്ലാത്ത ഈ ചിത്രത്തിലൂടെ ഒഴുകാനായാൽ അത് ഗംഭീരമായ ഒരു അനുഭവം സമ്മാനിക്കും. ചിത്രം തിയേറ്ററുകളിൽ വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടില്ല. ചിത്രം ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 36 മിനിറ്റ്. IMDb റേറ്റിംഗ് 6/10. മൂവി നമ്പർ 3. ക്രിസ്റ്റോ ടോമി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഉർവശി, പാർവതി തിരുവോത്ത്, അലൻ സയ്യർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തിയേറ്റർ റിലീസായി വന്ന 2024 ചിത്രം ഉള്ളൊഴുക്ക്. ലീലാമ്മ, മകൻ തോമസ് ഊട്ടി, മകന്റെ ഭാര്യ അഞ്ജു എന്നിവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തീർത്തും അപ്രതീക്ഷിതമായ സംഭവങ്ങളും അതിന്റെ തുടർച്ചകളുമാണ് ഈ ചിത്രം പറയുന്നത്. ജീവിതാവസ്ഥകൾ, കള്ളങ്ങൾ, രഹസ്യങ്ങൾ, നിസ്സഹായത എന്നിങ്ങനെ ഉള്ളുലക്കുന്ന കാഴ്ചകളുടെ ഒരു ഗാലറിയാണ് ഈ ചിത്രം. മികച്ച പ്രകടനങ്ങൾ, ഗംഭീര അവതരണം. പക്ഷേ ചിത്രം അർഹിക്കുന്ന പ്രതികരണം, അർഹിക്കുന്ന വിജയം തിയേറ്ററിൽ ലഭിച്ചില്ല. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 3 മിനിറ്റ്. IMDb റേറ്റിംഗ് 7.6/10. മൂവി നമ്പർ 2. ഷാഹി കബീർ ആദ്യമായി സംവിധാനം നിർവഹിച്ച് സൗബിൻ ഷാഹിർ, ജൂഡ് ആന്റണി, അഖില നാഥ്, സുധി കോപ്പ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2022 പുറത്തിറങ്ങിയ ചിത്രം ഇലവീഴ പൂഞ്ചിറ. കോട്ടയം ജില്ലയിലെ ഇലവിഴ പൂഞ്ചിറയിലെ വയർലെസ് സ്റ്റേഷനിലേക്ക് പോലീസുകാരനായ മധു വരുന്നതും തുടർ സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത്. ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം മികച്ച കയ്യടക്കമുള്ള തിരക്കഥ കൊണ്ടും മികച്ച സംവിധാനം കൊണ്ടും മികവുറ്റു നിൽക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ എൻഗേജിംഗ് ആയ ഒരു അനുഭവം തരും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണേണ്ടുന്ന ഒരു ചിത്രമാണ് ഇലവീഴ പൂഞ്ചിറ. ചിത്രം തിയേറ്ററിൽ വലിയ വിജയമായിരുന്നില്ല. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ കാണാം. ചിത്രത്തിന്റെ ദൈർഘ്യം 1 മണിക്കൂർ 44 മിനിറ്റ്. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 7.3/10. മൂവി നമ്പർ 1. നവാഗതനായ ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത് സെറിൻ ഷിഹാബ്, വിനയ് ഫോർട്ട്, കലാഭവൻ ഷാജൂൺ, നന്ദൻ സുധി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2024 പുറത്തിറങ്ങിയ ചിത്രം ആട്ടം. ഒരു സ്ത്രീയും 12 പുരുഷന്മാരും അഭിനയിക്കുന്ന അരങ്ങ് എന്ന നാടക ട്രൂപ്പിൽ ഒരു ദിവസം അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുന്നു. അതിന്റെ തുടർ സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. അതിഗംഭീരമായ തിരക്കഥ മികച്ച രീതിയിൽ കയ്യടക്കത്തോടെ സംവിധായകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിനേതാക്കൾ ഓരോരുത്തരും അതിഗംഭീര പ്രകടനമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അഞ്ജലി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആൾ, വിനയ് ഫോർട്ടിന്റെ പ്രകടനം അടക്കം ഓരോരുത്തരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. IFFK അടക്കം നിരവധി ഫെസ്റ്റിവലുകളിൽ, നാഷണൽ ഫിലിം അവാർഡുകളിൽ ഒക്കെ നിരവധി പുരസ്കാരങ്ങൾ ചിത്രം വാരിക്കൂട്ടിയിട്ടുണ്ട്. ചിത്രം തീർച്ചയായും നിങ്ങൾ കാണേണ്ടതാണ്. ഇത് നിങ്ങൾക്കിഷ്ടമാവും. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ കാണാം. ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 19 മിനിറ്റ്. IMDb റേറ്റിംഗ് 8.2/10. ഈ 10 അണ്ടർ റേറ്റഡ് സിനിമകളും അതിറങ്ങിയ കാലത്ത് വേണ്ടത്ര പ്രേക്ഷക ശ്രദ്ധ കിട്ടാതെ പോയ ചിത്രങ്ങളാണ്. തീർച്ചയായും നിങ്ങളുടെ സിനിമാ കാഴ്ചകളിൽ ഈ ചിത്രങ്ങൾ പരിഗണിക്കാവുന്നതാണ്. മറ്റൊരു പുതുപുത്തൻ വീഡിയോയുമായി എത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സ്നേഹപൂർവ്വം, അഖിൽ ഗോവിന്ദ്.